അയ്യോ അയ്യോ ആരാണ്ടോ വരുന്നു. എനിക്കാണെങ്കിൽ പല സിറ്റുവേഷനും ഇല്ലാത്തൊരു കാര്യമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് വേണ്ടൊരു സാധനമാണ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, ഇപ്പം എനിക്കത് വേണം. ഓക്കെ, ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ യൂട്യൂബിൽ പോകും, എന്നിട്ട് സെർച്ച് ചെയ്യും ഹൗ ടു ഇമ്പ്രൂവ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് വരും. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യും, അത് കാണും. ഓക്കെ, ആ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഓക്കെ ചാർജായി, ഇന്ന് തൊട്ട് എന്ത് കാര്യം ചെയ്താലും സെൽഫ് കോൺഫിഡൻസ് വേണം അങ്ങനെ വിചാരിക്കും. പക്ഷേ ആ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോ കണ്ട മോട്ടിവേഷൻ മാറും. അത് കഴിയുമ്പോൾ എന്താ, പിന്നെയും ബാക്ക് ടു നോർമൽ. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പലപ്പോഴും കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ കുറയ്ക്കണം. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വേഴ്സ് ലെവലിൽ ചിന്തിച്ച് അതോർത്ത് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് എത്രത്തോളം കുറയ്ക്കുമോ അപ്പോൾ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടുമെന്നാണ്. എത്രത്തോളം ഞാൻ എന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യാൻ എനിക്ക് എത്ര സ്കില്ലുണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ എനിക്കത് ആ ഒരു 100% ഔട്ട്പുട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്തൊരു കാര്യം ഞാൻ ചെയ്താലും ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഐ കാൺ ഡു ദിസ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ അതിന് പകരം ഐ വിൽ ട്രൈ ആൻഡ് ലേൺ എന്ന് വിചാരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയാം കുറേ പേരുണ്ടാവും ഈ സെൽഫ് കോൺഫിഡൻസ് കാരണം പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും കാര്യം ചെയ്യാൻ. ഒരിക്കലും ഇല്ല. ആക്ച്വലി നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തൊരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിലൊരു 100% ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് വേണമെന്നല്ല, നമ്മളത് എങ്ങനെയും ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. കാരണം നമുക്ക് ഒരു മുന്നോട്ടുള്ള ലൈഫിലും എല്ലാം നമുക്ക് വേണ്ടൊരു സാധനമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്.